പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വലിയ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിയുന്ന ഈ ആഗമന കാലത്തില്, പ്രത്യേകമായും ഈ ആഗമന കാലത്തിൻ്റെ 3-ാം ദിവസത്തേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവത്തോടുള്ള ഞങ്ങളുടെ ബന്ധം, അവിടുത്തെ വലിയ സ്നേഹം കർത്താവെ ആഴത്തിൽ അങ്ങ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ കർത്താവെ തിരിച്ചറിയാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ വഴികളെ അങ്ങ് നേരെയാക്കണമേ. അങ്ങനെ ഈശോയുടെ തിരുപ്പിറവി ഞങ്ങൾക്ക് വലിയൊരു അനുഭവമായിട്ട്, രക്ഷയുടെ അനുഭവമാക്കി മാറ്റണമേ. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ആഗമന കാലത്തിൻ്റെ ക്രിസ്മസിൻ്റെ ഒരുക്കത്തില് ഡിസംബർ 3-ാം തീയതിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിൻ്റെ വലിയ വാഗ്ദാനം. ദൈവത്തോടൊപ്പം പറുദീസായിൽ ജീവിക്കേണ്ട മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് പാപത്തിന് അടിമത്തത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയാണ്. പാപത്തിലൂടെ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, പാപം വഴി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വന്ന പോരായ്മകള്, നമ്മളിലേക്ക് ഭയം കടന്നു വന്നു, ലജ്ജ കടന്നു വന്നു. അതുപോലെ ദൈവത്തിൽ നിന്നും ഓടി ഒളിക്കുകയാണ്, ദൈവത്തിൽ നിന്നും നമ്മൾ വേർപെട്ടു പോവുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തില് ഏദെൻ തോട്ടത്തില് ദൈവം കടന്നു വരുമ്പോ ദൈവം ചോദിക്കുന്നുണ്ട്, ആദം നീ എവിടെയാണ്? ആദം പറയാണ്, ദൈവമേ ഞാനിവിടെ ഈ മരത്തിന് പുറകിലുണ്ട്. ദൈവത്തിന് അടുത്തേക്ക് വരാനായിട്ട് ആദത്തിന് ഹവ്വയ്ക്ക് സാധിക്കുന്നില്ല. കാരണം ആ ദൈവവുമായിട്ടുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുകയാണ്. എന്നാൽ ദൈവം തൻ്റെ മക്കളെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ദൈവം ഇപ്രകാരം പറയുകയാണ്, പിശാചിനോട് ദൈവം പറയുന്നുണ്ട്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവളുടെ സന്തതി നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ കടിക്കും, പരിക്കേൽപ്പിക്കും. പ്രിയമുള്ളവരെ, വലിയൊരു വാഗ്ദാനം. ആ ആദി മാതാവായ ഹവ്വായിലൂടെ പാപം ലോകത്തേക്ക് കടന്നു വന്നെങ്കിൽ ദൈവം ഒരു പുത്രനെ, തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് പരിശുദ്ധ കന്യകയിലൂടെ, പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ ലോകത്തിന് തന്നുകൊണ്ട് ആ വാഗ്ദാനം പൂർത്തിയാക്കുകയാണ്. അങ്ങനെ കുനിഞ്ഞുപോയ നമ്മുടെ ശിരസ്സുയർത്തി ദൈവത്തെ നോക്കാനുള്ള ഒരു ത്രാണി, ഒരു ശക്തി നമുക്ക് കിട്ടുകയാണ്. നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ തിരികെ തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ ഡിസംബർ മാസത്തിന്റെ 3-ാം ദിവസം നമുക്ക് നമ്മുടെ ആ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. ഏദെൻ തോട്ടത്തിൽ നമ്മളിലേക്ക് കടന്നു വന്ന ആ ഭയവും ആ ലജ്ജയും അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്ന അവസ്ഥയും ഒക്കെ വിട്ടുമാറി തമ്പുരാന്റെ മുന്നിൽ നമുക്ക് ശിരസ് ഉയർത്തി നിൽക്കാൻ, ദൈവത്തെ നോക്കാൻ, സഹോദരങ്ങളെ നോക്കാൻ വലിയൊരു കൃപ നൽകണമേ എന്ന് നമുക്ക് ഈ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം. അങ്ങനെ ആ ഏദെൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടത് ബേത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഈശോ നമുക്ക് തിരികെ തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അന്ധകാരത്തിൽ ആണ്ടുപോയ ആ നമ്മുടെ ആത്മീയ മേഖലകളെ ദൈവം തന്റെ പുത്രനെ അയച്ചുകൊണ്ട് പ്രകാശപൂരിതമാക്കി മാറ്റും. നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശം തരും, നമ്മൾ രക്ഷ സ്വന്തമാക്കും. നമ്മുടെ ദൈവത്തോടുള്ള ബന്ധവും സഹോദരങ്ങളുടെ ബന്ധവുമെല്ലാം ഊഷ്മളമായിട്ട് മാറും. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനെ അയച്ചുകൊണ്ട് അന്ധകാരത്തിൽ വീണുപോയ ലോകത്തെ പ്രകാശപൂരിതമാക്കാൻ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക ഛായ വീണ്ടെടുക്കാൻ, തിന്മയുടെ ആധിപത്യത്തിലേക്ക് പോയ ഞങ്ങൾ രക്ഷയുടെ ആ സന്തോഷം സ്വന്തമാക്കാൻ ഞങ്ങളുടെ ജീവിതത്തെ ഇതാ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതിനായി ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തെ കർത്താവെ ഒരുക്കുകയാണ്. ഇതിനോട് കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.